നല്ലൊരു വെജിറ്റേറിയൻ കേക്കാണ് ഇന്നത്തെ വീഡിയോ. അയ്യങ്കാർ ബേക്കറി സ്റ്റൈൽ റവ കേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അത് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ മുട്ട, മൈദ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. ഈ കേക്ക് നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് ഒക്കെ മതി റെഡിയായിട്ട്. ഞാനിതിപ്പോൾ ഇഡലിത്തട്ടിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. കേക്ക് ഏത് ഷേപ്പിൽ വേണോ ആ പാത്രം എടുക്കാവുന്നതാണ്. മുട്ടയും മൈദയും ഒന്നും ചേർന്നില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാൻ. ഇത് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ രുചി അറിയത്തുള്ളൂ. നല്ല സോഫ്റ്റുമാണ്. അതുപോലെ ബട്ടറിന് പകരം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നമ്മൾ ഇതിൽ തൈരാണ് ചേർക്കുന്നത്. 6 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അളവുകളൊക്കെ കൃത്യമായിരിക്കണം. 1/2 കപ്പ് തൈരിന് 6 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കപ്പ് അളവിൽ പഞ്ചസാര. ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ ഒരു ക്രീം രൂപത്തിൽ നമുക്കായി കിട്ടും. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ്. 1 നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാൻ റവ 1/4 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അളവുകളൊക്കെ എപ്പോഴും കൃത്യമായിരിക്കണം. 1/2 കപ്പ് തൈര്, 6 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് റവ, 1 കപ്പ് പാല്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഈ റവയിലേക്ക് വെള്ളം പിടിച്ച് നമ്മുടെ ഈ ബാറ്റർ ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ അതേ കണ്ടോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം ഇടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. അതുപോലെ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒരു വശത്തേക്ക് മാത്രമേ ഇളക്കാവൂ. കേക്കിനുള്ള ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വശത്തേക്ക് മാത്രമേ ഇളക്കാവൂ, അല്ലെങ്കിൽ കട്ട കെട്ടും. അങ്ങനെ നമ്മുടെ മാവ് ബാറ്റർ റെഡിയായി. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നേരത്തെ ആദ്യം ചെയ്തതുപോലെ കാണിച്ചതുപോലെ നമുക്ക് ഏത് പാത്രത്തിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിലോ ഇഡ്ഡലി പാത്രത്തിലോ നല്ല കട്ടിയുള്ള ഒരു പാത്രം വേണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇതിപ്പം ഓവനിലായതുകൊണ്ട് ഞാനൊരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും ചൂടിൻ്റെ അളവ്. പ്രഷർ കുക്കറിലാണെങ്കിലും ചെറിയ നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ മതിയായിരിക്കും. പ്രഷർ കുക്കറോ ചുവട് കട്ടിയുള്ള ഏത് പാത്രമോ കുഴപ്പമില്ല. അതുപോലെ ഇതുപോലെ വലിയ പാത്രത്തിലാണ് കുക്കറിലൊക്കെ ഇറക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും. അതൊക്കെ നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മുട്ട വെച്ചുണ്ടാക്കുന്ന കേക്കിലും നല്ല ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഉറപ്പായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.